ഹലോ കൂട്ടുകാരെ, ഇത് ഗോതമ്പ് മാവാണ്. അതിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് 3-4 പാളയംകുടം പഴവും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. അതിലൂടെ ഇട്ട് നന്നായിട്ട് വിരവിയെടുക്കാമേ. ഞാൻ അരിച്ചാണ് ഒഴിക്കണേ. അതിൽ ചിലപ്പോൾ വല്ല ശർക്കര എന്തെങ്കിലുമൊക്കെ അതിൽ കാണും. ചെറിയ പൊടിയും മണ്ണും ഒക്കെ കാണും. കണ്ടോ, ഇത്രയും അഴുക്ക് അതിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ വയറ്റിനകത്ത് പോയിട്ട് നമുക്ക് അസുഖം ഉണ്ടാക്കൂലേ. അപ്പോൾ അത് അരിച്ചൊഴിച്ചു. പിന്നെ തേങ്ങയും കൂടെ അതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ പഴവും കൂടെ അടിച്ചാൽ കൊള്ളായിരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നന്നായിട്ട് വിരവി യോജിപ്പിക്കണം. വിരവി യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാവേ. കൈകൊണ്ട് വിരവി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം. നല്ല വൃത്തിയായി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. വലിയ പാത്രത്തിൽ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. അടിയിലത്തെ ചെറിയ തട്ടും വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ തട്ട് മതി. അതിൻ്റെ മീതെയാണ് നമുക്ക് വെക്കാനുള്ളത്. ഇല ചിലയിടത്ത് തിരളിയാന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിനെ മടക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. ഇത്ര വലിയ ഉണ്ടാക്കണം എന്നിട്ട് ദാവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരും. അപ്പോഴും നല്ല മണവും വരും. അപ്പോൾ കുറച്ച് കുക്ക്ഡ് ആയിട്ടേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ കുക്കിംഗ് ആയിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും.